പോലീസിലെ ആത്മഹത്യയാണ് ഇപ്പോൾ വലിയൊരു ചർച്ചയാവുന്നത്. തിരുവനന്തപുരം പേരൂർക്കടയിൽ അവിടെ SAP ക്യാമ്പിൽ ആത്മഹത്യ ചെയ്ത ആനന്ദിന്റെ അമ്മയുടെയും സഹോദരന്റെയും മൊഴി ഈ കേസന്വേഷണത്തിന്റെ ഭാഗമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിന്റെ വീഴ്ച പരിശോധിക്കുന്ന ബറ്റാലിയൻ കമാൻഡന്റിന് സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത്. മാനസിക പീഡനത്തെ തുടർന്നുള്ള ആത്മഹത്യയെന്ന് കുടുംബം മൊഴി നൽകി. വീട്ടിലായിരുന്നുവെങ്കിൽ ആനന്ദ് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അമ്മ പറയുന്നത്. തിരുവനന്തപുരത്തേക്ക് പോകാം. അവിടെ സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഗുഡ് മോർണിംഗ്. ആനന്ദിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ കുടുംബം വലിയ പരാതികൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം കുടുംബം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു പോലീസിലുണ്ടായിരുന്ന ചില വീഴ്ച അവിടെ തന്നെ തുടർന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ്. അപ്പോൾ അനുസരിച്ചുള്ള ഒരു മൊഴിയാണ് അവർ നൽകിയതെന്ന് കൂടെ പറയുന്നുണ്ട്. ഈ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട പോലീസിനെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കുടുംബം നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ സിജോ? പോലീസിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഈ ആത്മഹത്യ നടന്നതിന് ശേഷം പോലീസ് നൽകിയിരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ ആദ്യ ആത്മഹത്യാ ശ്രമം നടത്തുന്നു, അതിനുശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ആനന്ദിനോട് വീട്ടിൽ തുടരാൻ വേണ്ടി പറഞ്ഞു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനുശേഷം ആനന്ദ് പറഞ്ഞത് ഇവരോട് എനിക്ക് പോലീസ് SAP ക്യാമ്പിലേക്ക് തന്നെ പോരണം എന്നാണ് പറഞ്ഞത് എന്നുള്ളതാണ് പോലീസ് വിശദീകരിച്ചിരുന്ന കാര്യം. പക്ഷേ ഈ ആനന്ദിന്റെ അമ്മ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ആനന്ദിനെ വീട്ടിലേക്ക് വിളിച്ചിരുന്നതാണ്. പക്ഷെ ആനന്ദ് വീട്ടിലേക്ക് ആ സമയത്ത് വരാൻ തയ്യാറായില്ല. പക്ഷേ അതിനുശേഷം പോലീസാണ് ഞങ്ങളെ കൊണ്ട് നിർബന്ധിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ പറയരുത്, ഞങ്ങൾ ആളെ കൊണ്ടുപോയിക്കോളാം, ഞങ്ങളിവിടെ കൃത്യമായി ആളെ നോക്കുന്നതിന് വേണ്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, അപ്പോൾ ഞങ്ങൾ സുരക്ഷിതരായി അവിടെ വെച്ച് നോക്കിക്കോളാം എന്നുള്ള പറയുകയാണ്. ആ ഉറപ്പ് മേലാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോരാതെ SAP ക്യാമ്പിലേക്ക് തന്നെ വിട്ടത്. SAP ക്യാമ്പിലേക്ക് വീട്ടിലേക്ക് ആനന്ദ് പോന്നിരുന്നുവെങ്കിൽ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എന്തായാലും പേരൂർക്കട പോലീസ് ആദ്യം നൽകിയ റിപ്പോർട്ടിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ആദ്യ ആത്മഹത്യാ ശ്രമത്തിന് ശേഷം മാധ്യമങ്ങളിലൂടെയൊക്കെ ഒരു വാർത്തകൾ വരുന്നു. അതിനുശേഷം ഇതിന്റെ കമന്റുകൾ ആനന്ദ് വായിക്കുന്നു. അതിന്റെ ഒരു മാനസിക വിഷമത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് ഒരു പ്രാഥമിക റിപ്പോർട്ട് നൽകിയിരുന്നത്.